ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു കരാട്ടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യെല്ലോ ബെൽറ്റിൻ്റെ കുറച്ച് ടിപ്സും കുറച്ച് കിക്കുകളും കുറച്ച് പഞ്ചുകളും യെല്ലോ ബെൽറ്റിൻ്റെ കത്ത അല്ലെങ്കിൽ ടെക്നിക്ക് യെല്ലോ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ പാൻറ്റും ഷർട്ടും ബെൽറ്റും കെട്ടാനാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പാൻറ് കെട്ടുന്നത് എങ്ങനെയാണെന്ന് പറയേക്കാം. ഇതിൻ്റെ ഈ സൈഡ് എടുക്കണം, ഈ വള്ളിയില്ലാത്ത സൈഡ്. ഇത് നമ്മളെ രണ്ട് കാലം കയറ്റണം. ഓക്കെ, കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുകളിലോട്ട് പിടിക്കണം. ഇങ്ങനെ രണ്ട് വള്ളി കാണും, അത് രണ്ടും ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടും ഇങ്ങനെ വലിക്കണം. ഇത് നമ്മൾ ഇവിടെ കെട്ടണം, ഇവിടെ ഇങ്ങനെ കെട്ടണം ഗൈസ്. ഒരു മിനിറ്റ് ഉണ്ട്. ഇനി നമ്മൾ ഷർട്ട് എങ്ങനെ വെയർ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ഷർട്ട്. ഇത് സാധാ ഷർട്ട് ഇടുന്ന പോലെ അല്ല. ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ ആദ്യം ഇടണം, കൈ ഗൈസ് നമ്മളിങ്ങനെ ഇടണം. ആദ്യം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇത് ലെഫ്റ്റിലെ ഏറ്റവും അറ്റത്തെ വള്ളി, ഈ വള്ളി ആദ്യം കെട്ടണം. ഇനി ഈ സൈഡിലെ വള്ളി കെട്ടണം. അതാകുമ്പോൾ നമ്മളെ ബാഡ്ജ് നമ്മളെ മുകളിൽ കിടക്കും. നമുക്ക് ഏത് രീതി വേണമെങ്കിലും കെട്ടാം, ടൈറ്റ് ആയാൽ മതി. അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ഇനി നമ്മൾ ഷർട്ടും പാൻറ്റും ഇട്ടതിന് ഇനി നമ്മൾ ബെൽറ്റോടെ കെട്ടണം. ഗൈസ്, ഇനി നമ്മൾ ബെൽറ്റ് കെട്ടാനാണ് പഠിക്കുന്നത്. അപ്പോൾ ബെൽറ്റിൻ്റെ ഒരു ബാഡ്ജ് ഉണ്ട്, അത് ഇപ്പുറത്തെ സൈഡിൽ വരണം. ഇതാ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ, നമ്മളെ ലെഫ്റ്റ് സൈഡിൽ. അത് നമ്മൾ നേരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഫ്ലാപ്പ് ചെയ്തിട്ട് ക്രോസ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. ചെയ്താൽ ഓക്കെ. ഇനി നമ്മൾ ലെഫ്റ്റ് റൈറ്റിലോട്ടും എന്നിട്ട് റൈറ്റ് വള്ളിയിൽ ഏറ്റവും മുകളിൽ ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് താഴെ ഇരിക്കുന്ന വള്ളി വലിക്കണം. എന്നിട്ട് ഇതിങ്ങനെ ബാഡ്ജ് ടോപ്പിൽ വരുന്ന പോലെ ഇങ്ങനെ എക്സ് ആക്കിയിടണം. എന്നിട്ട് ഇത് ഇതിൻ്റെ അകത്തൂടെ എടുക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ ഇവിടെ കാണാം ഒരു സർക്കിൾ കാണും. ആ സർക്കിൾ കറക്റ്റായാൽ നിങ്ങൾ ബെൽറ്റ് ഇടുന്ന കറക്റ്റായി. എന്നിട്ട് വലിച്ചാൽ മതി. ഇപ്പോൾ ഒരു പാറ്റേൺ കണ്ടില്ലേ, ഒരു വി ഷേപ്പ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കിക്സ് പറഞ്ഞുതരാം. ഇത് സ്ട്രെയിറ്റ് കിക്ക്. അത് നമ്മളെ കാലിൽ ഇങ്ങനെ പിടിച്ചേക്കണം. ഈ കാലിൻ്റെ ഈ ഭാഗം കൊള്ളേണ്ടത്, ഈ ഭാഗം. ഇത് നമ്മൾ ഹെഡ് വരെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പിന്നെ ഉള്ളത് സൈഡ് കിക്ക് ഉണ്ട്. അത് നമ്മൾ സൈഡ് കിക്കിൽ വയറിനകത്തുള്ള സൈഡ് കിക്കും പിന്നെ ഹീലിനകത്തുള്ള സൈഡ് കിക്കും. ഹീലിനകത്തുള്ള സൈഡ് കിക്ക് നമ്മൾ ഈ കാല് പൊക്കുമ്പോൾ കുറച്ച് തിരിക്കണം ഇങ്ങനെ ബോഡി. ഇത് കിക്ക്. പിന്നെ നമ്മളുടെ ബോഡിയിലും കിക്കാണെങ്കിൽ ഒരു ചെറുതായിട്ട് തിരിച്ചിട്ട് വേണം കാലെടുക്കാൻ. അതായത് നമ്മൾ കുനിയുമ്പോൾ കാല് പൊങ്ങുന്നതാണോ, ഇത് കിക്ക്. ഇനി നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ വൈറ്റ് ബെൽറ്റ് ആയിരിക്കും. അപ്പോൾ വൈറ്റ് ബെൽറ്റിൻ്റെ കത്ത നിങ്ങൾ പഠിച്ചിട്ട് അത് ടെസ്റ്റിൽ വരുമ്പോൾ അത് കാണിച്ചാൽ നിങ്ങൾ യെല്ലോ ബെൽറ്റ് ആവും. അപ്പോൾ ഞാൻ വൈറ്റ് ബെൽറ്റിൻ്റെ കത്തയും യെല്ലോ ബെൽറ്റിൻ്റെ കത്തയും ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും. ഇതാണ് യോയി, അറ്റൻഷൻ ആയിട്ടിരിക്കാൻ. എന്നിട്ട് കമായിത്തെ ഗെറ്റ് റെഡി. എന്നിട്ട് അവളുടെ യൂഷു ഫുഡാൻ
20 മൂവ്മെൻറ്റ്സ് എന്ന് പറയും. അതാണ് വൈറ്റ് ബെൽറ്റിൻ്റെ കത്ത. അതിൽ നമ്മൾ കാലാദ്യം ക്രിസ് ക്രോസ് ചെയ്യണം. ലോവർ ബ്ലോക്ക്, പഞ്ച്, ലോവർ ബ്ലോക്ക്, പഞ്ച്, ലോവർ ബ്ലോക്ക്, പഞ്ച്, 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 ലോവർ ബ്ലോക്ക്, പഞ്ച്, ലോവർ ബ്ലോക്ക്, പഞ്ച്, ലോവർ ബ്ലോക്ക്, പഞ്ച്, 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 ലോവർ ബ്ലോക്ക്, പഞ്ച്, ലോവർ ബ്ലോക്ക്, പഞ്ച്. Now they get ready. ഓക്കെ, ഇതാണ് 20 മൂവ്മെൻറ്റ്സ്. ഇതിനകത്ത് കറക്റ്റ് 20 മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനി 20 മൂവ്മെൻറ്റ്സ് വിളിക്കുന്നത്. ഇതൊരു ലെറ്റർ, ഇംഗ്ലീഷ് ലെറ്റർ ക്യാപിറ്റൽ ഐ പോലെയാണ്. ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് യെല്ലോ ബെൽറ്റ് ധരിച്ചോ. യെല്ലോ ബെൽറ്റിൻ്റെ കത്ത് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോവാണ്. യോയ്, ഗെറ്റ് റെഡി. നന്നായിട്ട് ഇനി നമ്മൾ കാല് തിരിച്ച് നോക്കണം. കാല് തിരിച്ച് നോക്കിയതിന് ശേഷം ഒരു ഹാമർ, ഇതാണ് ഹാമർ. ഓക്കെ, എന്നോട് കാണിച്ചു തരാം. എന്നിട്ട് നമ്മളൊരു പഞ്ച്, എന്നിട്ട് നമ്മൾ ലോവർ ബ്ലോക്ക്, ഇവിടെ ഒരു ഹാമർ തലക്കിട്ട് വരുന്നത്. എന്നിട്ട് നമ്മളൊരു പഞ്ച്, എന്നിട്ട് നമ്മളൊരു ഇവിടെ ലോവർ ബ്ലോക്ക്, ഇവിടെ അപ്പർ ബ്ലോക്ക്. ത്രോട്ട് അറ്റാക്ക് എന്നും പറയും. അറ്റാക്ക്, അറ്റാക്ക്. ഓക്കെ, ഇനി നമ്മൾ 45 ഡിഗ്രി ആംഗിളിൽ ചെയ്യണം. ലോവർ ബ്ലോക്ക്, പഞ്ച്, ലോവർ ബ്ലോക്ക്, പഞ്ച്, ലോവർ ബ്ലോക്ക്, പഞ്ച്, പഞ്ച്, പഞ്ച്. ഇവിടെ വരുമ്പോൾ ഷിക്രാച്ചി സ്റ്റാൻസ് ഉണ്ട്. ആ സ്റ്റാൻസ് ഒക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇതാണ് ഷിക്രാച്ചി ബ്ലോക്ക്. നമ്മൾ കാലിനകത്ത് ഇങ്ങനെ വീഴ്ത്തി വെച്ചിട്ട് ഇരിക്കണം. എന്നിട്ട് വീണ്ടും ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക്. കമായിത്തെ, കമായിത്തെ എന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്നാണ്. അല്ല സോറി, നൗദേ എന്ന് വെച്ചാൽ സ്റ്റോപ്പാണ്. കമായിത്തെ എന്ന് വെച്ചാൽ സ്റ്റാർട്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ ഓരോ സ്റ്റാൻസ് പറഞ്ഞുതരാം. ഇത് ഹാഫ് സ്റ്റാൻസ്, ഇത് ഫോർവേഡ് സ്റ്റാൻസ്, ഇത് റെനൂജി സ്റ്റാൻസ്, ഇത് സെക്കൻഡ് റെനൂജി സ്റ്റാൻസ്. ഇത് വേറൊരു ഇതാണ്. ഇത് നന്നായിട്ടിരിക്കണം ഇവിടെ. ഇതാണ് ഷിക്കോഡാച്ചി സ്റ്റാൻസ്, ഷിക്കോഡാച്ചി. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് എക്സസൈസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇതെല്ലാം 15 പ്രാവശ്യം ചെയ്താൽ മതി. അത്ര വലിയ എക്സസൈസ് ഒന്നും അല്ല. ഫസ്റ്റ് ജമ്പ്, എന്നിട്ട് സൈഡ് വേസ്, എന്നിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക്, കഴിഞ്ഞ് സിറ്റപ്സ്, ഇനി സൈഡ് സിറ്റ്. കൈ ഒന്നാതെ എണീക്കണം. ഇനി ബോഡി റൊട്ടേഷൻ. ഇനി ഓപ്പോസിറ്റ്. ഇനി ഹാൻഡ്സ് റൊട്ടേഷൻ. ഓക്കെ, ഇനി കിക്ക്.
ഓക്കെ. ഇനി പഞ്ച്. പഞ്ച് ബ്ലോക്ക്. ഗൈസ്, നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നാളെ ഞാൻ ഓറഞ്ച് ബെൽറ്റിൻ്റെ വീഡിയോ ഇടാം. അതിൽ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നാളത്തെ വീഡിയോ ഇത്തിരി ഷോർട്ടാക്കി ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ.